നമസ്കാരം. പ്രധാന വാർത്തകൾ. ഒരു നാടിനെ തന്നെ നടുക്കിയ പെരിയമൂട് കൂട്ടക്കൊലപാതകം ചെയ്ത പ്രതി സമീർ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മുടെ പ്രതിനിധി സനൽ ഇപ്പം സംഭവ സ്ഥലത്തുണ്ട്. സനൽ, എന്താണ് അവിടുത്തെ അവസ്ഥ? അശ്വതി, ഞാനിപ്പോൾ നിൽക്കുന്നത് പെരിയമൂട് കൂട്ടക്കൊലപാതകം എന്ന പ്രതി സമീറിന് വേണ്ടി സമീപമാണ്. പ്രതിയെ പിടിച്ചിട്ട് ഇന്നേക്ക് ഏകദേശം 6 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. പ്രതിയെ പിടിക്കുവാൻ കഴിഞ്ഞുവെങ്കിലും പ്രതി ഇതുവരെയും ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പ്രതി സമീറിന്റെ സുഹൃത്ത് ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. സമീറിന്റെ ഉറ്റ സുഹൃത്താണല്ലോ താങ്കൾ. കൊലപാതകം നടന്ന് ഏകദേശം 6 ദിവസത്തോളം പിന്നിട്ടിരിക്കുകയാണ്. ഇതുവരെയും സമീർ കുറ്റം സമ്മതിച്ചിട്ടില്ല. എന്താണ് സുഹൃത്ത് നിലയിൽ താങ്കൾ പറയാനുള്ളത്? അവൻ അങ്ങനെ ഒരാളല്ലായിരുന്നു. അപ്പം അങ്ങനെ ചെയ്യില്ല, എനിക്ക് 100% എനിക്ക് ഉറപ്പുണ്ട്. അവൻ കുട്ടിക്കാലം മുതലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്നതാണ്. അവൻ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ജീവിച്ചത്. പക്ഷേ അവൻ്റെ വാപ്പ കുറച്ച് ആർഭാട ജീവിതവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അവന് കുറച്ച് ബാധ്യതകളുണ്ടായിരുന്നു, കടവും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. ഈ വീട് പോലും ലോണാണ്. ഈ വീടിൻ്റെ ലോൺ വരെ അവൻ കൃത്യമായിട്ട് അടച്ചുകൊണ്ടിരുന്നതാണ്. ഇത്രയും ഉത്തരവാദിത്തമുള്ള പയ്യനാണോ സ്വന്തം ജീവന തുല്യം സ്നേഹിച്ച പെണ്ണിനെ ഉൾപ്പെടെ അതിദാരുണമായി കൊലപ്പെടുത്തിയത്? അവന് കുറച്ച് നാളായി മാനസികമായി ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ വാപ്പ വരുത്തി വെച്ച ഭീമമായ കടം അവന് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അതിന്റെ നിരാശയായിരിക്കും അല്ലേ ചങ്കിന് തുല്യം സ്നേഹിച്ച ഈ പ്രിയപ്പെട്ടവരെല്ലാം അതിമൃഗീയമായി കൊല്ലാൻ ഈ സമീറിന് തോന്നിയത്? അതറിയില്ല. അശ്വതി, ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രതി സമീറിന്റെ വീടിനാണ്. സമീറിന്റെ സുഹൃത്ത് ഷാനാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത്. പ്രതിയെ പിടിച്ച് 6 ദിവസം കഴിഞ്ഞുവെങ്കിലും കൂടുതൽ അപ്ഡേഷൻ ഒന്നും പോലീസ് ഇതുവരെയും നൽകിയിട്ടില്ല. ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അശ്വതി, 24/7 കേരള ന്യൂസ് ചാനലിന് വേണ്ടി ക്യാമറമാൻ അമൽ രാജിനൊപ്പം സനൽ. താങ്ക് യു സനൽ. സനലാണ് ഇപ്പോൾ നമ്മുടെ കൂടെ സംസാരിച്ചത്. ഇപ്പോൾ കിട്ടിയ വാർത്ത, ഇസ്രായേൽ ഇതുവരെ ഒന്നും പറഞ്ഞില്ലേ സാറേ? ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ടല്ലോ സാർ. നമുക്കത് മാത്രം പോരല്ലോ. ഞാൻ നോക്കട്ടെ. പക്ഷേ അവൻ്റെ ഉമ്മ മരിച്ച കാര്യം അവൻ അറിഞ്ഞോ? ഇതുവരെ അറിഞ്ഞിട്ടില്ല സാർ. ശരി, വാ. സമീറേ, നീ ഇതൊരു കഴിച്ചോ? നിന്റെ ഫാമിലി പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം. അതായിരുന്നു ഈ കൊലയ്ക്ക് കാരണം. എന്നാലും നീ കൊല്ലാൻ ശ്രമിച്ചത് 1-2 പേരെയൊന്നുമല്ല, 4 പേരെയാണ്. നീ സ്നേഹിക്കുന്ന പെണ്ണടക്കം. എന്നാലും നീ നിന്റെ ഉമ്മയെ ഇതിൽ നിന്റെ ഉമ്മ ഒഴികെ ബാക്കി എല്ലാവരും മരിച്ചു. എൻ്റെ ഉമ്മയിപ്പം ഞാൻ കണ്ടിട്ടാണ് വരുന്നത്. ബോധം വന്നിട്ടുണ്ട് അവർക്ക്. നീ ഇനിയൊന്നും പറഞ്ഞില്ലെങ്കിൽ സാരമില്ല. നിന്റെ ഉമ്മ എല്ലാം പറഞ്ഞിട്ടുണ്ട്. നീയാണിത് ചെയ്തതെന്നും നീ പാവമാണെന്നും നിന്നെ ഒന്നും ചെയ്യരുതെന്നൊക്കെ. ഉമ്മയുടെ മൊഴിയൊക്കെ ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് അത് മതി നിന്നെ പൂട്ടാൻ. ഇനി നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി നിനക്കെല്ലാം പറഞ്ഞേ പറ്റൂ. പറ, അന്ന് എന്താ ശരിക്കും സംഭവിച്ചത്? സാർ, ഞാനെല്ലാം പറയാം സാർ. എനിക്കുള്ള സുഖത്തിൽ കുറച്ചോളൂ.
എൻ്റെ വാപ്പ പലരിൽ നിന്നായിട്ട് ഒരുപാട് പൈസ കടം വാങ്ങിയിട്ടുണ്ട്. വാപ്പയെ കൊണ്ട് കൊടുക്കാൻ പറ്റാതായപ്പോൾ ഏറെക്കൊണ്ട് ഞാൻ കൊടുത്തിരുന്നു. അവസാനം എന്നെ കൊണ്ട് പറ്റാതായപ്പോൾ എൻ്റെ വലിയ പേര് വീട്ടിൽ പ്രമാണം ഞാൻ ചോദിച്ചു. അങ്ങനെ ഒരു ദിവസം ഞാൻ അവിടെ മോനെ കയറുവാ. മോനെ വല്ല കഴിച്ചോ? വല്ല കുടിക്കാതിരിക്കട്ടെ. ഞാൻ പറഞ്ഞ കാര്യം എന്തായാലും പ്രമാണം ഞാൻ തരൂല. എനിക്ക് മരിക്കുന്നിടം വരെ ഈ വീട്ടിൽ കിടക്കണം. വലിയമ്മ, ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ലേ? നിങ്ങൾക്ക് തരാനുള്ള എല്ലാം ഞാൻ തന്നു. അതെല്ലാം വിറ്റ് നശിപ്പിച്ചു. ഇതും കൂടി നശിപ്പിക്കാനാണോ? ഇനി ഞാൻ തരൂല. മാമിയേ, മാമിയേ, ഈ കഥവും തുറന്നിട്ടിട്ട് അവരെവിടെ പോയിരിക്കുക? മാമി, മാമി, മാമിയേ, മാമി, 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 മാമി. പെങ്കൊച്ചിനെ എന്തിനാണ് നീ കൊന്നത്? ഞാനിത്തിരി കൊലപാതകം ചെയ്തു കഴിയും എന്നെ പോലീസ് പിടിക്കുന്നു. എന്റെ ജീവിതം അവസാനിച്ചു എനിക്ക് മനസ്സിലായി. ഞാനില്ലാതെ അവൾ ജീവിക്കില്ലെന്ന് എനിക്കറിയും. അതുകൊണ്ടാണ് ഞാൻ അവളെ കൊന്നത്. ഹലോ ഷംന, നീ എവിടെയായി? ഇവിടെ ആയെന്ന് നിന്നോട് ഞാൻ പറഞ്ഞത് പെട്ടെന്ന് വരാൻ. ഇപ്പൊ സമയം എത്ര ആയെന്ന്? എനിക്കിപ്പോ നിന്നെ കാണണം, ഇപ്പൊ തന്നെ. വേഗം ഇവിടെ എത്തണം, ഇപ്പൊ വേഗം വാ, വേഗം.
ഇക്ക എന്തു പറ്റി ഇക്ക? ഒന്നുമില്ല. എന്താ പറ്റിയ? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? ഇക്ക എന്തു പറ്റി ഇക്ക? എന്നൊന്നും മിണ്ടാതാ പറയക്ക. എന്തെങ്ങനെ ഇരിക്കുന്ന? ഒന്നുമില്ല. പറയക്ക. എന്താ പറ്റിയ? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? ഇക്ക കുടിച്ചിട്ടുണ്ടോ? പിന്നെ എന്തെങ്ങനെ ഇരിക്കുന്ന? പറയക്ക. എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ലടി. നീ എന്ത് ലേറ്റായി? അത് വണ്ടി കിട്ടാൻ വൈകിയതാ. ഇക്ക എനിക്കൊരു കാര്യം പറയാനുണ്ട്. വീട്ടില് വാപ്പ കല്യാണം ആലോചിക്കുന്നുണ്ട്. ഇക്ക ഇനി നമുക്കിനി വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണം. കല്യാണമല്ലേ? കഴിക്കാം. കഴിക്കാം. എന്തു പറ്റി ഇക്ക? കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു. നീ പേടിക്കണ്ട. കല്യാണം നമുക്ക് ഉടനെ നടത്താം. ഉടനെ നടത്താം. എന്താ ഇക്ക? ഞാനില്ലാതെ ഒരു നിമിഷം പോലും നീ ജീവിച്ചില്ലെന്നറിയാം. അതുപോലെ നീ ഇല്ലാതെ ഞാനും ഒരു നിമിഷം ജീവിച്ചിരിക്കില്ല. മോളെ, നിന്നെ എത്രമാത്രം ഞാൻ സ്നേഹിക്കുന്നു നിനക്കറിയാമോ? എന്താ ഇക്ക ഇങ്ങനെ? എനിക്ക് കണ്ടിട്ട് പേടിയാവുന്നു. ഈ ജന്മം നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല ശാന്ത. ഞാനെല്ലാവരെയും കൊന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ മാത്രമായി. എൻ്റെ അമ്മയെ ഒറ്റയ്ക്ക് വിട്ട് പോകാൻ മനസ്സിലില്ല സാർ. അമ്മയെ ശ്വസിക്കുന്നവരെ ഞാൻ കഴുത്ത് തിരിച്ചു പോകും. പൊന്നുമ്മ,
എൻ്റെ ഉമ്മയ്ക്ക് കുറെ നാളായിട്ട് വയ്യാതിരിക്കുന്നതല്ലേ. ഉമ്മയുടെ അസുഖം പെട്ടെന്ന് കുറേട്ട് ഉമ്മ. എൻ്റെ പൊന്നുമ്മ, എൻ്റെ ഉമ്മ. എന്റെ പൊന്നുമ്മ, ഉമ്മ. ഉമ്മ, ഉമ്മ. എന്റെ ഉമ്മയുടെ അസുഖം പെട്ടെന്ന് കുറയട്ടെ. ഉറങ്ങിക്കോ എന്റെ പൊന്നുമ്മ, സുഖമായിട്ട് ഉറങ്ങിക്കോ. ഉറങ്ങിക്കോ ഉമ്മ. ഈ പോലെ അമ്മ കുറെ ഉറങ്ങിയതല്ലേ. സാർ, സാർ, അമ്മയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. തലക്കടിയേറ്റതാണ് മരണകാരണം. എന്റെ അമ്മയെ ഞാൻ കഴുത്തിരിച്ച് കൊന്നു സാർ. തലക്കടിയേറ്റതാണ് മരണകാരണം. എന്റെ അമ്മയെ ഞാൻ കഴുത്തിരിച്ച് കൊന്നു സാർ.